ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പ്രായം കൂടിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 50-55 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ചു ലെഗിൻ്റെ വർക്കൗട്ടുകളാണ്. ലെഗ് എന്ന് കാലിൻ്റെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹിപ്പ് മസിൽ, അതുപോലെ തന്നെ കാലിൻ്റെ ഫുള്ളായിട്ടുള്ള മസിൽസിനെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. അതിന് നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസേരയാണ്. അപ്പം എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പോൾ പ്രായമായി വരുന്തോറും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കഠിനമായിട്ടുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ കാലുകളുടെ പ്രശ്നങ്ങൾ കാരണം മിക്കവാറും ആൾക്കാർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു കസേര ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇരുന്നു കൊണ്ടൊക്കെ ചെയ്യുന്ന ലെഗ് സ്ട്രെങ്തനിങ് വർക്കൗട്ടുകളൊക്കെ ഞാൻ കുറേയേറെ ചെയ്തിട്ടുണ്ട്. അത് പലർക്കും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. അപ്പം ഇന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ മാറ്റം വരുത്തണം, നമ്മുടെ വ്യായാമ രീതികളിലൊക്കെ നമുക്ക് മാറ്റം വരുത്താം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡിങ് വർക്കൗട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കസേരയുടെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പം ഞാനത് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം വീഡിയോയ്ക്ക് ഒരല്പം ലെങ്ത് കൂടും. നിങ്ങൾ ക്ഷമയോടുകൂടി കാണുക. ഓരോ മൂവ്മെൻറ്റ്സുകളും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഏത് പാർട്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കുക. അതിലുപരിയായിട്ട് ഞാൻ ലാസ്റ്റായിട്ട് ഒരു 2 സ്ട്രെച്ചിങ് കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന 2 സ്ട്രെച്ചിങ്ങുകൾ കൂടി നിങ്ങളുടെ കാലുകൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാലുകളുടെയൊക്കെ ബലമൊക്കെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. അപ്പം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് ഓരോ മൂവ്മെൻറ്റ്സുകളും വളരെ ശ്രദ്ധാപൂർവ്വം കാണുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം കസേര നിങ്ങൾക്ക് ഇതേ കണക്കൊരു കസേര ഉപയോഗിക്കാം. കസേര ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ കസേരയുടെ സഹായത്തോടുകൂടി ഇതേ കണക്ക് നിങ്ങൾക്ക് പിടിക്കാം. ഓക്കെ, സ്ട്രോങ് ആയിട്ട് പിടിക്കുക. കസേരകൾ സ്ട്രോങ് ആയിട്ട് പിടിച്ചതിന് ശേഷം ഞാൻ ഈ നിൽക്കുന്ന കണക്ക് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് ഇതേപോലെ നിങ്ങൾക്ക് നിൽക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ആരംഭിക്കാം. സാവധാനത്തിൽ ഇതേപോലെ നിങ്ങൾ ഒരു കാല് സൈഡിലോട്ട് ഇതേ കണക്ക് ഉയർത്തുക. ഓക്കെ, ഇത്ര മാത്രം ഉയർത്തിയാൽ മതിയാവും. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഈ ഒരു വ്യായാമം ചെയ്യുന്ന വഴി നിങ്ങളുടെ ഈ ഒരു ഹിപ്പ് മസിൽസ്, ഈ ഒരു ഭാഗത്തെ മസിൽസൊക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആവും. അതിനുശേഷം 10 ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തോട്ട് ഇതേ കണക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റഡി ആയിട്ട് നിൽക്കുക. അതിനുശേഷം 1 സാവധാനത്തായിട്ട്, 2 നൈസ്, 3 4 5 6 7 8 വെരി ഗുഡ്, 9 ഗുഡ്, 10. ഓക്കെ, ഇങ്ങനെ നമ്മൾ രണ്ട് വശത്തോട്ടും 10 വെച്ച് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് സെക്കൻഡ് വർക്കൗട്ടിലോട്ട് പോകാം. സെക്കൻഡ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, കസേരയിൽ ഇത് കണക്ക് പിടിക്കുക. അതിനുശേഷം നിങ്ങളുടെ കാല് ഞാൻ ഈ ചെയ്യുന്ന കണക്ക് ബാക്കിലോട്ട് 1 ഇതേപോലെ കണ്ടില്ലേ, ഇതേ കണക്ക് വരണം. ഈ ഒരു ഭാഗത്തെ മസിൽസിനെ സ്ട്രോങ് ആക്കാൻ സഹായിക്കും. നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽ, അതിനൊക്കെ നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ. ഓക്കെ, തുടങ്ങാം. 2 3 4 5 6 വെരി ഗുഡ്, 7 8 9 10. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു കാലിൽ 10 പ്രാവശ്യം ചെയ്തു. അതിനുശേഷം അടുത്ത കാലിൽ നമ്മൾ ചെയ്യുക. 1 2 വെരി ഗുഡ്, 3 4 സാവധാനം താഴ്ത്തുകൊണ്ട് വരിക, 5 6 7 8 9 10. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത വർക്കൗട്ടും വിജയകരമായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽസിന് വേണ്ടിയിട്ട്, ഗ്ലൂട്ട് മസിലിന് വേണ്ടിയിട്ട് ചെയ്തു. നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് പോകാം. നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേ കണക്ക് തന്നെ കസേരയിൽ പിടിച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങളതാ ഞാൻ പറഞ്ഞത് ഓരോ മൂവ്മെൻറ്റ്സുകളും നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കുക.
ഇത് കണക്ക് നിങ്ങൾക്ക് പിടിക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കാലുകൾ പതുക്കെ ഒരു കാല് മുകളിലോട്ട് ഉയർത്തുക. 1, ഇതേ കണക്ക് കണ്ടല്ലോ. 1, നൈസ്. അതിനുശേഷം അടുത്ത കാല്. 2, 3, 4, 5, 6, 7, 8, 9, 10, 1, 2, 3, 4. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ ഓരോ കാലുകളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങനെ നിന്നതിന് ശേഷം ഇതേ കണക്ക് ഉയർത്തുക. ഓക്കെ, ഇതേപോലെ ഇത്ര മാത്രം നിങ്ങൾ ഉയർത്തിയാൽ മതിയാവും. അതിനുശേഷം സാവധാനം താഴോട്ട് കൊണ്ടുവരിക. ഇതേപോലെ കണ്ടല്ലോ. അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട്. എല്ലാ വർക്കൗട്ടുകളും വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള വ്യായാമങ്ങളാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയ വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പം നമ്മുടെ 3 വർക്കൗട്ടുകൾ കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ 4ാമത്തെ വർക്കൗട്ട് ഏതാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 4ാമത്തെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇതേ കണക്ക് തന്നെ കസേരയുടെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് ഇതേ കണക്ക് പിടിക്കാം. ബോഡിയൊക്കെ ചെസ്റ്റൊക്കെ അപ്പ് ചെയ്യുക. അതിനുശേഷം പതുക്കെ നിങ്ങൾക്ക് താഴോട്ടിരിക്കാം. നിങ്ങളിതാ ഇത്ര മാത്രം ഇരുന്നാൽ മതിയാവും. ഇപ്പം നമുക്കറിയാം, നമുക്ക് പ്രായമായി വരുന്നവർ നമുക്ക് ഒരുപാട് ശക്തിയിലോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് താഴോട്ടോ ചിലപ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം വരിക. 1, കമോൺ, നൈസ്. 2, ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളെ ഈ ബോഡി നല്ല സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം. ഇങ്ങനെ വളഞ്ഞൊന്നും ചെയ്യരുത്. ഓക്കെ, ഇങ്ങനൊന്നും ചെയ്യരുത്. ഇതേ കണക്ക്. 2, നൈസ്. സാവധാനം ഇത്ര മാത്രം താഴ്ത്തിരിക്കുക. 3, 4, 5. തൈ മസിലിനും ഗ്ലൂട്ട് മസിലിനും ഹാംസ്ട്രിങ് മസിലിനും എല്ലാം വളരെ നല്ല ഒരു എക്സസൈസ്. ചുമച്ചു പോയി. അപ്പം 6, 7, 8, വെരി നൈസ്. 9, 10. ഓക്കെ, അങ്ങനെ നമ്മൾ 10 പ്രാവശ്യം അതും വിജയകരമായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് സ്ക്വാട്ട് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. സ്ക്വാട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രത്തോളമൊക്കെ ഇരിക്കാം. പക്ഷേ ഞാൻ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഈ ഒരു വർക്കൗട്ട് കാണിച്ചു തന്നത്. ഓക്കെ, ഇത്ര മാത്രമൊക്കെ ചെയ്താൽ മതിയാവും. ഒരു ഹാഫ് സ്ക്വാട്ട് അത്രയും ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അടുത്ത വർക്കൗട്ട്. അടുത്തായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ട് ഒരു കസേര അല്പം സൈഡിലോട്ട് നീക്കിയിടാം. ഇതേ കണക്ക്. ഓക്കെ, നിങ്ങൾ കസേരയുടെ ഒരു വശത്തോട്ട് നീങ്ങി നിൽക്കുക. ഞാൻ ഈ നിൽക്കുന്ന കണക്ക്. ഓക്കെ, അതിനുശേഷം കസേരയിൽ ഒരു കൈ കൊണ്ട് ഇതേ കണക്ക് പിടിക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. തുടങ്ങാം നമുക്ക്. ഓക്കെ, 1, ഇതേ കണക്ക് നിങ്ങൾക്ക് കാലുകൾ ഉയർത്താം. 2, നൈസ്. ഇത്ര മാത്രം ഉയർത്തിയാൽ മതി. ഓക്കെ, ഒരുപാട് മേളിലോട്ടൊന്നും പോക്കണ്ട. 3, 4, നിങ്ങളുടെ തൈ മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. 5, നൈസ്. 6, 7, വെരി ഗുഡ്. 8, 9, 10. കണ്ടല്ലോ. ഇതേ കണക്ക് നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കസേര അടുത്ത സൈഡിലോട്ട് ഇടാം. ഈ സൈഡിലോട്ട് നിങ്ങൾ വരിക. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. കമോൺ. 1, വെരി ഗുഡ്. 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പോൾ നമ്മൾ 10 വെച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് പോവാം. നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേ കണക്ക് തന്നെ ചെയർ സൈഡിലോട്ട് ഇടാം. അതിനുശേഷം നിങ്ങൾ ഒരു സൈഡിലോട്ട് ഇതേ കണക്ക് നിൽക്കുക. കണ്ടല്ലോ, ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഇതേ കണക്ക് നിൽക്കാം. അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ ഒന്ന് മുമ്പോട്ട് വെക്കുക. ഇതേപോലെ വെക്കാം. ഓക്കെ, ഞാൻ ഈ വെച്ചിരിക്കുന്ന കണക്ക് ഒരല്പം മുമ്പോട്ട് കയറ്റി വെക്കുക. ഇതേ കണക്ക്. അതിനുശേഷം നിങ്ങൾക്ക് കസേരയിൽ ഇതേ കണക്ക് തന്നെ ഹോൾഡ് ചെയ്യാവുന്നതാണ്, പിടിക്കാവുന്നതാണ്. ഒരു കൈ ഇതേ കണക്ക് അരക്കെട്ടിലോട്ട് വെക്കുക. ഓക്കെ, നൈസ്. സാവധാനം. 1,
വെരി ഗുഡ്. 2, വെരി ഗുഡ്. 3, 4, nice. 6, 7, 8. മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നുണ്ട്. 9, 10. ഓക്കെ, അങ്ങനെ 10 ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത വശത്തോട്ട് കയറിട്ടിരിക്കുകയാണ്. അടുത്ത കാല് മുമ്പോട്ട് വെക്കുക. കസേരയിൽ കണക്ക് പിടിക്കുക. നൈസ്. ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പം ഇതാണ് നമ്മുടെ കാലുകളുടെ വ്യായാമം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും വ്യായാമങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനിയിപ്പം അടുത്തതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങളുടെ മസിൽ റിക്കവറിക്ക് വേണ്ടിയിട്ടും അതേപോലെ നിങ്ങളുടെ മസിൽസിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും നമ്മുടെ ജോയിൻസിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സ്ട്രെച്ചിങ്ങും കൂടെ കാണിച്ചു തരാം. അപ്പം അതും കൂടെ ഇതിൻ്റെ ഒപ്പം ഈ വർക്കൗട്ട് ചെയ്ത് തീർന്നാൽ ഈ ഒരു സ്ട്രെച്ചിങ് കൂടെ നിങ്ങൾ ചെയ്യുക. ഈ രണ്ട് സ്ട്രെച്ചിങ് കൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് പെട്ടെന്ന് കിട്ടും. സ്ട്രെച്ചിങ് ഏതാണെന്ന് നോക്കാം. അപ്പം സ്ട്രെച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ കസേരയിൽ ഇത് കണക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ ഉയർത്തി മറ്റേ കാലിൻ്റെ മുകളിലായിട്ട് ഇത് കണക്ക് നിങ്ങൾ വെക്കുക. ഓക്കെ, ഞാനീ വെച്ചേക്കുന്ന കണക്ക്. അതിനുശേഷം നിങ്ങളുടെ കൈ കൊണ്ടുവന്നിട്ട് ആ മുട്ടിൽ പതുക്കെ ഇങ്ങനെ നിൽക്കുക. ഇതേപോലെ അടുത്ത കൈ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് പിടിക്കുക. നമ്മുടെ ഉപ്പൂറ്റി ഭാഗത്തായിട്ട് വിരലിൻ്റെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് പിടിച്ചതിന് ശേഷം പതുക്കെ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം താഴോട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു 15 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ മുട്ട് ഭാഗത്തായിട്ട് താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വെരി ഗുഡ്. ഈ ഹിപ്പ് മസിൽ നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും. ഓക്കെ, നിങ്ങൾക്ക് ആ സ്ട്രെച്ചിങ് നല്ല രീതിയിൽ ഫീൽ ആവുന്നതായിരിക്കും. ഇതേപോലെ ഒരു 10-15 സെക്കൻഡ് നിങ്ങൾ ഇതേ കണക്ക് ഒന്ന് താഴോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. വെരി ഗുഡ്, നൈസ്, സൂപ്പർ സ്ട്രെച്ചിങ് ആണ്. ഓക്കെ, നമ്മുടെ ഹിപ്പ് മൊബിലിറ്റിക്കൊക്കെ വളരെ നല്ല ഒരു എക്സസൈസ് ആണ് ഇത്, ഒരു സ്ട്രെച്ചിങ് ആണ്. അതിനുശേഷം നമ്മൾ അടുത്ത കാല് മുകളിലോട്ട് കയറ്റി വെക്കുക. ഇതേപോലെ. ഓക്കെ, അതിനുശേഷം ഈ കൈ ഇവിടെ തൊടാം. അടുത്ത കൈ നമ്മുടെ മുട്ടിലോട്ട് വെക്കാം. മുട്ടിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പതുക്കെ ഒന്ന് താഴോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. പുഷ് ആൻഡ് സ്ട്രെച്ച്. നൈസ്, വെരി ഗുഡ്. 10-15 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇതാണ് സ്ട്രെച്ചിങ്. ഇനി അടുത്ത സ്ട്രെച്ചിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അടുത്ത സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക. ചെയറൊക്കെ ടൈലിലൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം അടുത്ത ചെയ്യാനായിട്ട് നിങ്ങൾ ഞാൻ ഇരിക്കുന്ന കണക്ക് ഇത് കണക്ക് ഇരിക്കുക. ഒരു കാല് ഇങ്ങനെ തന്നെ വെച്ചേക്കുക. അടുത്ത കാല് നിങ്ങൾ മുമ്പിലോട്ട് ഇത് കണക്ക് കയറ്റി വെക്കുക. ഓക്കെ, ഇതേ കണക്ക്. അതിനുശേഷം നിങ്ങളുടെ കൈകൾ പതുക്കെ പതുക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഓക്കെ, നൈസ്. നിങ്ങളുടെ മുട്ടിന്റെ ഭാഗത്ത് കൊണ്ടുവച്ചാൽ മതി. കാലിന്റെ മുട്ടിന്റെ ഭാഗത്തായിട്ട് ഇതേ കണക്ക് കൊണ്ടുവെക്കുക. നിങ്ങളുടെ ഈ ഹാംസ്ട്രിങ് മസിൽ നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും. വെരി ഗുഡ്, നൈസ്. ഒരു 10-15 സെക്കൻഡ് വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ അടുത്ത കാല് പതുക്കെ മുമ്പോട്ട് വെക്കുക. ഇതേ കണക്ക്. ഓക്കെ, മുമ്പോട്ട് കൊണ്ടുവച്ചതിന് ശേഷം നിങ്ങളുടെ കൈകൾ കൊണ്ടുവന്നിട്ട് ഇതേ കണക്ക് ഈ കാല് വളച്ചു വെക്കരുത്. ഓക്കെ, കാല് ഇങ്ങനെ വെക്കരുത്. കാല് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. കൈകൾ കൊണ്ടുവന്ന് നിങ്ങളുടെ മുട്ടിന്റെ ഭാഗത്തായിട്ട് വെച്ച് പതുക്കെ ഒന്ന് മുമ്പിലോട്ട് കുനിയുക. വെരി ഗുഡ്. ഹാംസ്ട്രിങ് മസിൽ നല്ല രീതിയിൽ സ്ട്രെച്ച് ആവട്ടെ. വെരി നൈസ്, വെരി നൈസ്. ഒരു 10-15 സെക്കൻഡ് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യുക. ഗുഡ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പം വ്യായാമവും കാണിച്ചു തന്നു, സ്ട്രെച്ചിങ്ങും കാണിച്ചു തന്നു. നിങ്ങളുടെ ലെഗ് മസിൽസിനെ സ്ട്രോങ് ആക്കാനുള്ള എക്സസൈസ്, അതേ കണക്ക് തന്നെ 2 സ്ട്രെച്ചിങ്ങുകൾ. അപ്പം നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് കാലുവേദന, നടക്കാൻ വയ്യ എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ പരാതിയും പറഞ്ഞ് നടക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ഈ ഇങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു പകുതി മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങളുടെ കാലുകളൊക്കെ നല്ല സ്ട്രെങ്തൻ ആവും.
നിങ്ങൾക്ക് പരസഹായമോ അല്ലെങ്കിൽ മറ്റ് ആരും പിടിച്ച് നടക്കാതെയൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.